ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അസുഖങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരാറുണ്ട്, എനിക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് പനിയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല, എനിക്ക് പല്ലുവേദനയാണ്, എനിക്ക് വയറുവേദനയാണ്, അല്ലേ? ഇങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഒരു തെറ്റും കൂടാതെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ അസുഖമാണ് എന്ത്? പനി എന്ന് പറയും, അല്ലേ? നമ്മളെപ്പോഴും കണ്ടുവരാറുള്ള ഒരു സാധാരണ അസുഖമാണ് പനി എന്ന് പറയുന്നത്. നമുക്കറിയാം, പനി എന്ന് പറയുമ്പോൾ ഫീവർ എന്ന് പറയാം, അല്ലേ? എന്താ പറയുക? എ ഫീവർ എന്ന് പറയാം, എ ചേർത്ത് പറയാം, എ ഫീവർ. എനിക്ക് പറയണം, എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയാണ്. നമ്മൾ മലയാളത്തിൽ രണ്ടും പറയാറുണ്ട്, എനിക്ക് പനിയാണെന്നും പറയാറുണ്ട്, എനിക്ക് പനിയുണ്ട് എന്ന് പറയാറുണ്ട്. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇംഗ്ലീഷിൽ, എന്ത്? ഐ ഹാവ് എ ഫീവർ. ഇവിടെ എ ചേർക്കാൻ മറക്കരുത്, ഐ ഹാവ് എ ഫീവർ. ഓക്കെ, എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയാണ് എന്നർത്ഥം. ഇവിടെ നമ്മൾ എ ചേർക്കാൻ കാരണം നമ്മുടെ കോമൺ ഡിസീസസ്, സാധാരണയുള്ള അസുഖങ്ങളുടെ മുന്നേ എ ചേർക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ അതെന്ത്? ഐ ഹാവ് എ ഫീവർ, എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയാണ്. ഇനി ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, വൈ വേർ യു ആബ്സെൻറ്റ് യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയിരുന്നു? അപ്പോൾ നിങ്ങൾ പറയാണ്, ഇന്നലെ എനിക്ക് പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഹാവ് അല്ല ചേർക്കാം, അവിടെ ഹാഡ് ചേർക്കേണ്ടി വരും. കാരണം ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം, അല്ലേ? എന്താണ് ഹാവ് എന്ന് പറഞ്ഞാലും അതുപോലെ ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ്. ഹാവ് നമ്മൾ സാധാരണ പ്ലൂറൽ ഫോമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അയ്യോ ദേവി, ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, അല്ലേ? ദേ ഹാവ്. ഇനി ഹാസ് ആണെങ്കിലോ ഷീ ഹാസ്, അതുപോലെ ഹി ഹാസ്, അല്ലേ? ഇനി പാസ്റ്റ് ആണെങ്കിലോ രണ്ടിൻ്റെയും പാസ്റ്റ് ഒന്നേ ഉള്ളൂ, അതാണ് ഹാഡ്. എന്താണ്? ഹാഡ്. അപ്പോൾ നിങ്ങൾക്ക് പറയണം, എനിക്ക് ഇന്നലെ പനി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു പറയണം. അപ്പോൾ പറയാം, ഐ ഹാഡ്, ഹാവ് അല്ല ഹാഡ്, ഐ ഹാഡ് എ ഫീവർ യെസ്റ്റർഡേ, ദാറ്റ്സ് വൈ ഐ വാസ് ആബ്സെൻറ്റ്. എന്താ പറഞ്ഞു? ഐ ഹാഡ് എ ഫീവർ യെസ്റ്റർഡേ, ദാറ്റ്സ് വൈ ഐ വാസ് ആബ്സെൻറ്റ്, അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ അസുഖമാണ് എന്ത്? തലവേദന. എന്താണ്? തലവേദന, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് തലവേദന. തലവേദനയ്ക്ക് നമ്മൾ പറയും ഹെഡ് ഏക്ക് എന്ന് പറയാം. എന്താ പറയുക? ഹെഡ് ഏക്ക്, എ ഹെഡ് ഏക്ക്. എനിക്ക് പറയണം, അവൾക്ക് തലവേദന ഉണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ അവൾക്ക് തലവേദനയാണെന്ന് പറയണം. എന്ന് പറയാം, ഷീ ഹാസ് എ ഹെഡ് ഏക്ക്. എന്താ പറയുക? ഷീ ഹാസ് എ ഹെഡ് ഏക്ക്. ഇവിടെ ഒരു ചെറിയ സംശയം വരാൻ സാധ്യതയുണ്ട്. ഏക്ക് എന്ന് പറഞ്ഞാലും അതുപോലെ പെയിൻ എന്ന് പറഞ്ഞാലും എന്താണ്? വേദന എന്നർത്ഥം, വേദന. പക്ഷെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതുപോലെ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം വരുന്ന പെയിനാണ്, വേദനയാണ് നമ്മൾ പെയിൻ എന്ന് പറയാം. എന്ന് പറഞ്ഞ് കുറച്ച് സമയത്തേക്ക് അതുപോലെ പെട്ടെന്ന് വരുന്ന വേദനക്കാണ് പെയിൻ എന്ന് പറയാം. പക്ഷെ ഏക്ക് എന്നല്ല, ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് അതും ലോങ് ടൈം ആയിട്ട് വരുന്ന വേദനയ്ക്കാണ് നമ്മൾ പറയാം ഏക്ക് എന്ന് പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് തലവേദന ഉണ്ട് വിചാരിക്കുക, അതെന്താണ്? അത് ഹെഡ് ഏക്കാണ്. യു ഹാവ് എ ഹെഡ് ഏക്ക്. ഇനി നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, ആ സമയത്താണ് നിങ്ങളുടെ തല എവിടെയെങ്കിലും വെച്ച് കുത്തി മുട്ടി വിചാരിക്കുക. അപ്പം എന്താണ്? അത് പെട്ടെന്ന് വന്ന വേദനയാണ്, അത് കുറച്ച് സമയത്തേക്ക്, അല്ലേ? അതെന്ന് പറയാ പെയിൻ എന്ന് പറയാം, ഹെഡ് പെയിൻ. അതാണ് ഹെഡ് പെയിൻ ആണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ അസുഖമാണ് വയറുവേദന. വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വയറുവേദന, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എന്നാണോ സ്കൂളിൽ പോകാൻ മൂടില്ലാത്തത് അന്ന് വയറുവേദന, പനി, തലവേദന ഇല്ലാത്ത ഒരു അസുഖമില്ല. ഓക്കെ, എന്ന് പറയാം സ്റ്റൊമക് ഏക്ക് എന്ന് പറയാം, എ സ്റ്റൊമക് ഏക്ക്. അപ്പം എനിക്ക് പറയണം, അവൾക്ക് വയറുവേദനയാണ് അല്ലെങ്കിൽ അവൾക്ക് വയറുവേദന ഉണ്ട് എന്ന് പറയണം. അപ്പോൾ പറയാം, അവൾക്കല്ല, അവൾക്കാണെങ്കിൽ ഷീ വരും, അല്ലേ? ഷീ ഹാസ് എ സ്റ്റൊമക് ഏക്ക്. അവൻക്കാണെങ്കിലോ ഹി ഹാസ് എ സ്റ്റൊമക് ഏക്ക്. എന്ന് പറയാം, ഹി ഹാസ് എ സ്റ്റൊമക് ഏക്ക്. അവൻക്ക് വയറുവേദനയാണെന്നായി. ക്ലിയർ? ഇനി നമ്മുടെ അടുത്താണ് പല്ലുവേദന, അല്ലേ? പല്ലുവേദന ഫേമസ് അല്ലേ പല്ലുവേദന? പല്ലുവേദന എന്ന് പറയാം ടൂത്ത് ഏക്ക്, ടൂത്ത് ഏക്ക്. അപ്പോൾ വേണം, എനിക്ക് പല്ലുവേദനയാണെന്ന് പറയുമ്പോൾ ഐ ഹാവ് എ ടൂത്ത് ഏക്ക്, ഐ ഹാവ് എ ടൂത്ത് ഏക്ക്. എനിക്ക് പല്ലുവേദനയാണെന്നായി, അല്ലെങ്കിൽ എനിക്ക് പല്ലുവേദന ഉണ്ടെന്നായി. അടുത്താണ് ബാക്ക് ഏക്ക്. ബാക്ക് ഏക്ക്, നടുവേദന. നടുവേദനക്ക് ബാക്ക് ഏക്ക് എന്ന് പറയാം. ഓക്കെ, ബാക്ക് പെയിൻ പറയാറുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ പെയിനും ഏക്കും തമ്മിൽ വ്യത്യാസം. ബാക്ക് ഏക്ക് വേണം, അവൾക്ക് നടുവേദനയാണ്. ഷീ ഹാസ് എ ബാക്ക് ഏക്ക്, ഷീ ഹാസ് എ ബാക്ക് ഏക്ക്. അവൾക്ക് എന്താണ്? നടുവേദനയാണെന്നാണ്. അടുത്താണ് ജലദോഷം. ജലദോഷം, കോൾഡ്, എ കോൾഡ് എന്ന് പറയാം, എ കോൾഡ്. എ മിസ്സാവരുത്, എ മറക്കരുത്. കാരണം സാധാരണയുള്ള കോമൺ ആയിട്ടുള്ള അസുഖങ്ങളുടെ മുന്നേ ചേർക്കുന്നതാണ്. അടുത്താണ് എന്ന് പറഞ്ഞ് കോൾഡ്, ജലദോഷം. ഹി ഹാസ് എ കോൾഡ്. എന്താണ്? അവൻക്ക് ജലദോഷമുണ്ട്.
അല്ലെങ്കിൽ അവനക്ക് ജലദോഷമാണെന്നായി. അടുത്താണ് എ കഫ്, ചുമ എന്ന് പറയാ ഷീ ഹാസ് എ കഫ്, അവൾക്ക് എന്താണ് ചുമയുണ്ട് എന്നായി, അവൾക്ക് ചുമയുണ്ട്. ഇനി അടുത്താണ് തൊണ്ടവേദന. തൊണ്ടവേദനക്ക് എന്ത് പറയും? തൊണ്ടവേദനക്ക് എ സോർ ത്രോട്ട് എന്ന് പറയാം. എ സോർ ത്രോട്ട് എന്ന് പറയുന്നത് അവർക്ക് തൊണ്ടവേദനയാണ്. ദേ ഹാവ് എ സോർ ത്രോട്ട്. ഇനി എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല, എന്താ എനിക്ക് എന്താണ് തൊണ്ടവേദനയാണ്. ഐ ഹാവ് എ സോർ ത്രോട്ട്. ഐ ഹാവ് എ സോർ ത്രോട്ട്. ഇനി അടുത്താണ് വായ്പുണ്ണ്. വായ്പുണ്ണ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വായ്പുണ്ണ്. ഓക്കെ, വായ്പുണ്ണ് എന്ന് പറയാം എ മൗത്ത് അൾസർ എന്ന് പറയാം. എ മൗത്ത് അൾസർ, എനിക്ക് വായ്പുണ്ണാണ്, എനിക്ക് വായ്പുണ്ണാണ്. ഐ ഹാവ് എ മൗത്ത് അൾസർ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഐ ഹാവ് എ മൗത്ത് അൾസർ. അടുത്താണ് നമുക്ക് കണ്ണിന് എന്തെങ്കിലും ചെറുതായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എന്താ പറയാം? ഐ ഇൻഫെക്ഷൻ എന്ന് പറയാം. എന്താ പറയാം? ഐ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇപ്പം ഞാൻ പറയാണ് യു ഹാവ് ആൻ ഐ ഇൻഫെക്ഷൻ. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ കണ്ണിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. യു ഹാവ് ആൻ ഐ ഇൻഫെക്ഷൻ എന്ന് പറയാം. യു ഹാവ് ആൻ ഐ ഇൻഫെക്ഷൻ. ക്ലിയർ? അടുത്താണ് സ്പ്രെയിൻ. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഉളുക്ക് എന്ന് പറയാം. എന്താ പറയുക? ഉളുക്ക് എന്ന് പറയാം എ സ്പ്രെയിൻ. എന്ന് പറയണം എൻ്റെ സഹോദരന് എന്താണ് ഉളുക്കാണ്, അല്ലെങ്കിൽ ഞാൻ പറയാണ് എനിക്ക് ഉളുക്കെന്ന് പറയാം. എങ്ങനെ? ഐ ഹാവ് എ സ്പ്രെയിൻ എന്ന് പറയാം. ഐ ഹാവ് എ സ്പ്രെയിൻ ഇൻ മൈ ലെഗ്. ഐ ഹാവ് എ സ്പ്രെയിൻ ഇൻ മൈ ലെഗ്. എൻ്റെ കാലിൽ നിന്നുണ്ട് ഉളുക്കുണ്ടെന്നായി. ഓക്കെ. മൈ ബ്രദർ ഹാസ് എ സ്പ്രെയിൻ. എൻ്റെ ബ്രദറിന് എന്താണ് ഉളുക്കാണ്. എവിടെ? ഇൻ ഹിസ് ലെഗ്. അവൻ്റെ കാലിലാകാം, എവിടെയെങ്കിലും ആകാം. ഓക്കെ. അടുത്താണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ഇവിടെയും നമ്മൾ എ ചേർക്കാറുണ്ട്. എന്താ കാരണം അറിയോ? അതിന് കാരണം ഹാർട്ട് അറ്റാക്ക് കൗണ്ടബിൾ ആണ് അല്ലേ? ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് അല്ലേ, അതുപോലെ ലാസ്റ്റ് സ്റ്റേജ്. ഹാർട്ട് അറ്റാക്കിന് മുന്നേയും എ ചേർക്കണമെന്നാണ്. ക്ലിയർ? ഞാൻ പറയാം അവൻക്ക് എന്തുണ്ടായിരുന്നു? അവൻക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അവൻക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു പറയുമ്പോൾ ഹി ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ അവൻക്ക് എന്തുണ്ടായിരുന്നു? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ അവൻക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് അവൻക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹി ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് ദിസ് മോർണിംഗ്. ഹി ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് യെസ്റ്റർഡേ. ഹി ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. മിനിഞ്ഞാന്നൊക്കെ. അടുത്താണ് ഇനി എ ചേർക്കാൻ പറ്റാത്ത എന്നൊക്കെ നോക്കാം. പെയിൻ, ലെഗ് പെയിൻ എന്ന് പറയണം. ലെഗ് പെയിൻ, എനിക്ക് കാലുവേദനയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ ഹാവ് ലെഗ് പെയിൻ. ഐ ഹാവ് ലെഗ് പെയിൻ. അതുപോലെ ചെസ്റ്റ് പെയിൻ തരാം, നെഞ്ചുവേദന. നെഞ്ചുവേദന പറയുമ്പോൾ ഇങ്ങനെ പറയാം ഷീ ഹാസ് ചെസ്റ്റ് പെയിൻ എന്ന് പറയാം. ഷീ ഹാസ് ചെസ്റ്റ് പെയിൻ. അടുത്താണ് നെക്ക് പെയിൻ, കഴുത്ത് വേദന എന്ന് പറയാം. യെസ്, ഹി ഹാസ് നെക്ക് പെയിൻ. അവൻക്ക് എന്തുണ്ട്? അവൻക്ക് കഴുത്ത് വേദന ഉണ്ടെന്നായി. ഇനി അടുത്താണ് നമ്മുടെ കോമൺ ഡിസീസ് അല്ലാത്തത് എന്ന് വെച്ചാൽ സാധാരണ ഉള്ള അസുഖമല്ലാത്ത അസുഖങ്ങളുണ്ടല്ലോ, അവിടെ നമ്മൾ ചേർക്കരുത്. ഇങ്ങനെ ക്യാൻസർ എന്ന് പറയാനുള്ളതാണോ? അല്ലല്ലോ. ഓക്കെ, ഇറ്റ്സ് നോട്ട് കോമൺ ഡിസീസ്. അപ്പം എന്താ ചെയ്യുക? ചേർക്കരുത് എന്ന് പറയാം. ഷീ ഹാസ് ക്യാൻസർ, അവിടെ ചേർക്കരുത്. ഷീ ഹാസ് ക്യാൻസർ, അവൾക്ക് ക്യാൻസർ ആണ്. അടുത്താണ് മലേറിയ. മലേറിയ, ഹി ഹാസ് മലേറിയ, അവർക്ക് എന്താണ്? മലേറിയ ആണ്. ഇനി നിങ്ങളൊരു 4-5 സെന്റൻസ് ഹോംവർക്കായിട്ട് എഴുതാം. താങ്ക് യു എവരിവൺ.